ഈ ഇരിക്കുന്നവരെല്ലാരും കാണില്ലേ നീ എന്നെ തല്ലാൻ ഓടിക്കുന്നത്? അവർക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത് നിങ്ങളെ ഞാൻ തല്ലാൻ ഓടിക്കുവാന്ന്? എടി, ഈ ഇരിക്കുന്നവരിൽ ഏതെങ്കിലും ഒരുത്തൻ പെണ്ണുമ്പിള്ളയുടെ തല്ലു കൊള്ളുന്നവനുണ്ടെങ്കിലോ അവന് മനസ്സിലാവില്ലേ നീ എന്നെ തല്ലാൻ ഓടിക്കുന്നതാണെന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്ലേറ്റ് മാറ്റ. എടി, ചുവട് മാറ്റാൻ. എങ്ങനെയുണ്ടടി എന്റെ ബുദ്ധി? നിങ്ങളൊരു സംഭവം തന്നെയാ, ഞാൻ സമ്മതിച്ചു. അങ്ങനെ എടി, എന്റെ ഈ ബുദ്ധി കണ്ടിട്ടല്ലേ നീ എന്നെ കല്യാണം പോലും കഴിച്ചത്? അല്ലാതെ പിന്നെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞ ഈ മനുഷ്യരെല്ലാം കൂടെ എന്നെ ചൂലുവാരി തല്ലിയല്ലോ. കണ്ടോ, ഇതാണ് കുഴപ്പം. രണ്ടൂന്ന് പേരെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരമായിട്ട് അവളെ എന്ത് കുറ്റപ്പെടുത്താൻ തുടങ്ങും. എന്നാലും ഞാൻ പറയുക, നിങ്ങൾ ഒരു അപാര സംഭവം തന്നെയാ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എടി, അതിന് എനിക്കൊരു കുഴപ്പമില്ല, ഞാനൊരു അപാര സംഭവം തന്നെയാ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. ചേട്ടാ ചേട്ടാ, എന്നാടി? ഞാനൊരു കാര്യം ചോദിച്ചാലേ നിങ്ങൾ സത്യം പറയുവോ? പിന്നെ പറയും. അതെ, എന്റെ ഇന്നത്തെ വീട്ടു ജോലിയും അടുക്കള പണിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കൊള്ളാം. എടി, നിന്നെ ഞാനിവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അന്ന് മുതല് ഇന്നലെ രാത്രി വരെ ഇവിടുത്തെ എന്റെ അടുക്കള പണിയും ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ജിഷൻ എന്ന് പേരുള്ള നിങ്ങളെ ഞാൻ മിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലേ? സ്നേഹമൊക്കെ ഉണ്ട്. നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ അതെ, ഞാൻ ഇവളെ പെണ്ണ് കാണാനായിട്ട് ഇവളുടെ വീട്ടിൽ ചെന്നപ്പം ഇവളുടെ അപ്പൻ എന്നോട് പറയുകയാണ്, എടാ മോനെ, നീ ഇവളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. എന്നിട്ട് പഠിച്ചില്ലേ? പിന്നെ പഠിച്ചോന്നോ? എന്തൊക്കെയാ പഠിച്ചേ? നെയ്ച്ചാള വെട്ടാൻ പഠിച്ചു, പുല്ല് മുറിക്കാൻ പഠിച്ചു, തലയിൽ പേൻ നോക്കാൻ പഠിച്ചു. പിന്നെ ക്യൂടെക്സ് ഇടാനും പഠിച്ചു. എപ്പോഴും എന്നെ കളിയാക്കത്തുള്ളൂ. എടി, ഞാൻ നിന്നെ കളിയാക്കിയതൊന്നും അല്ല. അതെ, അല്ല, നിന്നെ ഞാൻ കളിയാക്കിയതല്ല. എന്നാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത്രയും ധൈര്യമുള്ള ഒരു ഭാര്യയെ നിങ്ങൾക്ക് കിട്ടിയില്ലേടോ. നിനക്ക് ധൈര്യോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. പിന്നെ എടി, ഈ വീട്ടിൽ നിന്നെക്കായും എല്ലാരെക്കായും ധൈര്യം കൊള്ള എനിക്കാ. അല്ല, ഈ വീട്ടില് നിങ്ങളുടെ തള്ളേക്കായാലും തന്നെക്കായാലും ധൈര്യം എനിക്കാ. എടി, നീ അങ്ങനെ പറയരുത്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണ്, നീ ഒന്ന് തെളിയിച്ചേ. തെളിയിക്കാം. അതെ, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നത് എത്ര പേര് കൂടിയാ? സുഭാഷ്, സതീഷ്, രാജു, ബോബൻ, 5 പേര് കൂടിയിട്ട്. 5 പേര് കൂടിയാണ്. അപ്പൊ നമ്മുടെ കല്യാണ നിശ്ചയത്തിനോ? 50 പേര്. അപ്പൊ നമ്മുടെ കല്യാണത്തിനോ? 150 പേര്. 150 പേര്. എന്നാലേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാടോ ഇവിടെ വന്നത്? അപ്പൊ ആൾക്കാരോട് അതിന് കൂടുതൽ. അത് കൊള്ളാലോ. എടി, അതിനൊരു കാര്യമുണ്ട്. ഈ പട്ടാളക്കാരെ യുദ്ധത്തിന് പോകുമ്പോ കൂട്ടമായിട്ടേ പോകാറുള്ളൂ അല്ലേ?
അത് അവരുടെ ഉദ്ദേശം എന്താ? ഈ രാജ്യത്തിന്റെ സുരക്ഷ. അതെ. എന്നാൽ ചാവേർ ഒറ്റയ്ക്ക് ഇങ്ങ് പോരും, എല്ലാം നശിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ചാവേറാണല്ലേ? എടി നിന്നെ നീ പെണ്ണങ്ങല്ലേ, നിന്നെ എനിക്ക് പിന്നെ സാമ്പാറെന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ കളിയാക്കിയതാ. അല്ലെന്നേ, നീ അങ്ങനെയൊന്നും പെണ്ണങ്ങല്ലേ, കളിയാക്കിയതൊന്നും അല്ല. ഞങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആര് പറഞ്ഞു എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്? ഇല്ല. ഉണ്ട്. ഒന്ന് കള്ളോ? അല്ല, സത്യവാ. എടി, അറിയാതെ ഉത്തരം മുട്ടിപ്പോയപ്പോ ഞാനത് പറഞ്ഞതല്ലേ. നിന്നോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ. നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല. നീ അങ്ങനെ പറയരുത്, നീ എന്റെ മുത്തല്ലേ. ഇല്ല, ഞാൻ പറയാം. അല്ല, നീ പറയരുത് അങ്ങനെ. ഞാനേ ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം. ഇല്ല. അതെ, നിന്നെ മാത്രം. കള്ളവാ. അതെ. അല്ല. അതെ, സത്യമായിട്ട് ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എങ്കിലേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാം. അതെ, നമ്മൾ ആദ്യമായിട്ട് കണ്ടതും നമ്മുടെ കല്യാണ നിശ്ചയവും നമ്മുടെ കല്യാണവും എല്ലാം നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ? എടി, അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ സുനാമി വന്നില്ലേ? കുറേ ആളുകൾ മരിച്ചില്ലേ? നമ്മുടെ പുറ്റിങ്ങില് വെടിക്കെട്ടപകടം ഉണ്ടായില്ലേ, പടക്ക ദുരന്തം, അതിലും കുറേ ആളുകൾ മരിച്ചു. പിന്നെ നമ്മുടെ കത്രീന വന്ന് കുറേ ആളുകൾ മരിച്ചില്ലേ? ഈ ദുരന്തങ്ങളെല്ലാം, ഈ സംഭവങ്ങളൊക്കെ നീ എപ്പോഴും ഓർത്തിരിക്കാറുണ്ടോ? അതൊന്നും ഞാൻ ഓർക്കാറില്ല. അതെല്ലാം ദുരന്തങ്ങളല്ലേ. പിന്നെ ഞാൻ എന്തിനാ ഈ ദുരന്തം ഓർക്കണത്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ദുരന്തമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയല്ല, നിനക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു ദുരന്തമാ. അല്ല, നീ അങ്ങനെ. എടി, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ട് വെറുതെ പറഞ്ഞതല്ലേ, നിനക്ക് ഉത്തരം മൂട്ടിയപ്പോ. നീ അങ്ങനെയൊന്നും പറയല്ല. നീ എന്റെ സ്വന്തം ഭാര്യയല്ലേ. നിങ്ങൾക്കറിയാവോ, ഇതിനെല്ലാം കാരണക്കാരി തള്ള ഒറ്റയെടുത്തിയാ. എടി, നീ എന്തിനാണ് എന്റെ അമ്മേനെ വിളിച്ചതിനകത്തേക്ക് ഇടുന്നത്? നിങ്ങളുടെ അമ്മയോട് എനിക്ക് ഒരു കുഴപ്പമില്ല. അത് നീ പറയരുത്. എന്റെ അമ്മയോട് നിനക്ക് വൈരാഗ്യം ഇല്ലേടി? ആര് പറഞ്ഞു വൈരാഗ്യം ഇല്ലാന്ന്? ഞാൻ പറഞ്ഞു. ഇന്നലെ ഉറക്കത്തില് ഇവൾ എന്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് എന്റെ അമ്മേനെ എന്ത് തെറിയ പറഞ്ഞെന്നറിയോ? വൈരാഗ്യം ഇല്ല പോലും അവൾക്ക്. അത് നിങ്ങൾക്ക് തെറ്റി. എന്ത്? ഞാൻ ഉറക്കത്തിലാ പറഞ്ഞെന്ന്. നീ അപ്പൊ ഉറങ്ങുമല്ലായിരുന്നോ? അല്ലായിരുന്നു. അത് കൊള്ളാം. എടി, ഈ ഭൂമിയിലെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും എല്ലാം ഉള്ളത് എൻ്റെ അമ്മയോടാ. എൻ്റെ അമ്മേനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ വിധ മാറും. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങിരുന്നോ? നിങ്ങളില്ലാത്തപ്പോഴേ നിങ്ങളുടെ അമ്മ എന്നാ നിങ്ങൾക്ക് എന്നോട് പറയുന്നതെന്നറിയാവോ? എന്താടി പറയണേ? എടി, നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണവാടി ഇങ്ങനെ ഒരു മരമാക്രിയെ നിനക്ക് ഭർത്താവായി കിട്ടിയെന്ന്. അങ്ങനെ പറഞ്ഞു ആ തള്ള. അങ്ങനെ പറഞ്ഞു. തള്ളക്ക് ഇത്രയും നാള് ഞാൻ സപ്പോർട്ട് പറഞ്ഞിട്ട് ആ തള്ള നിന്നോട് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ആഹാ, അന്ന് ഇന്ന് ഞാൻ അവരെ കൊല്ലും. കൊല്ലുവോ? കൊല്ലും. ശരിക്കും? ശരിക്കും ഇന്ന് ഞാൻ അവരെ കൊല്ലും. എന്നാ പോയി കൊല്ലു മനുഷ്യ. അമ്മ എന്താമേ ലുലു മാളില്? അമ്മ എന്താമേ ഇവിടെ ചാവാൻ വന്നത്? അയ്യോ, അമ്മ എന്തിനു ചാകണേ? അല്ല, നീയല്ലേ പറഞ്ഞ എന്നെ ഇപ്പൊ കൊല്ലൂന്ന്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എടി, അമ്മ പറയണ ഞാൻ അമ്മേനെ കൊല്ലാൻ പോവാന്ന്. നിങ്ങൾ കൊല്ലാൻ പോയതല്ലേ മനുഷ്യ, പോയി കൊല്ല്. പെണ്ണും പിള്ളേരും തെറ്റിദ്ധരിച്ചു. എന്നാ കൊല്ലണ കൊല്ലി. അയ്യോ അമ്മേ, ഞാൻ അമ്മയെ
കൊല്ലുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, ഞാൻ അടുക്കളയിൽ പോയി കത്തിയെടുത്ത് കോഴിയെ കണ്ടിച്ച് അതിന്റെ വട്ടും കരലും എടുത്ത് അമ്മയ്ക്ക് പോട്ടി ഉണ്ടാക്കി തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ എന്റെ മോൻ കൊറേ കിടന്നങ്ങോട്ട് ഉരുളല്ലേ. എടാ എനിക്കറിയാടാ, ഇവൾ ഒറ്റൊരുത്തിയുള്ള തലയണ മന്ത്രം കൊണ്ടാ നീ എനിക്കെതിരെ തിരിയുന്നേന്ന്. അമ്മ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇവളെ കല്യാണം കഴിച്ച് അന്ന് രാത്രി മുതല് കൊരണ്ടിപ്പലകയും തലേ വെച്ചോണ്ടാ ഞാൻ കിടന്നുറങ്ങണേ. ഇവളെനിക്ക് തലയണ തരാറ് പോലും ഇല്ല. പിന്നെ എന്തിനാ അമ്മ ഞാൻ ഇവളുടെ തലയണ മന്ത്രം കേൾക്കണത്? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എടാ ഇന്നലെ രാത്രി ഇവളെ നിന്റെ ചെവിയിലെ കുനു കുനു കുനാന്ന് പറഞ്ഞതേ ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടു. എടി, ഇന്നലെ നീ അമ്മയുടെ കുറ്റം പറഞ്ഞില്ലേ? അതെ, കുനു കുനാന്ന് അമ്മയ്ക്ക് തിരിഞ്ഞത്. അമ്മയ്ക്ക് അത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇല്ലടാ, നല്ല വ്യക്തമായിട്ട് ഞാൻ കേട്ടു. ആ കേട്ടെന്നു. വ്യക്തമായിട്ട് കേട്ടല്ലോ. എന്നാലേ കൊണ്ട കേസ് കൊടുക്കും. എന്റെ പൊന്നു മോനെ, അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്റെ അമ്മേ, ഇങ്ങനെ ടാർച്ചൻ കേൾപ്പിക്കുന്ന പോലെ എന്ന് കേൾപ്പിച്ച എനിക്കൊന്നും മനസ്സിലാകത്തില്ല. മലയാളത്തിൽ പറയുക എന്നല്ലേ എനിക്ക് മനസ്സിലാവൂ. എടാ എടാ എടാ, എന്റെ ഈ മരുമോളല്ലേ, ഇവളെ ഞാനേ ഈ വീടിന്റെ വിളക്കായിട്ടാ കാണുന്നത്. എടി, നിന്നെ വിളക്കായിട്ട് അമ്മ കാണുന്നേന്ന്. എന്നിട്ട് വേണം നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് എണ്ണ അങ്ങ് കത്തിക്കാനല്ലേ? അതിന് ഞാനിവിടെ നല്ലൊരു നിലവിളക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഈ കരിന്തിരി കത്തിക്കുന്നത്? തോന്നിയവാസത്തിന് കൂട്ടുന്നാലുണ്ടല്ലോ. അയ്യോ എന്റെ അമ്മ, എന്തിനാ അമ്മേ അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കണേ? ഞാനൊരു പാവമല്ലേ അമ്മ? എനിക്ക് എന്തുമാത്രം ടെൻഷനാ അമ്മേ നിങ്ങൾ തരുന്നത്? നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലയിടത്തും പോയി ചാകാൻ പോവാ. പോയി ചാകും. മോനെ കുട്ടു. എന്നാമേ? എന്താ മോനെ നീ പറഞ്ഞത്? ഞാൻ വല്ലയിടത്തും പോയി ചാകാൻ പോവാന്ന്. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. കണ്ടോടി, പെറ്റ വയറിന്റെ ദുഃഖം നീ മനസ്സിലാക്ക. കണ്ടോ എന്റെ അമ്മ ഞാൻ ചാകാൻ സമ്മതിക്കത്തില്ല. അയ്യോ, പെറ്റ വയറിന്റെ വേദനയൊന്നും അല്ല. ഇത്രയും ഫെസിലിറ്റി ഉള്ള വീട്ടിൽ നീ എന്തിനാ പുറത്തു പോയി ചാകുന്നത്? അപ്പൊ ഇതിനകത്ത് ചത്താ മതി. തള്ളേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ അമ്മേ. കെട്ടിപ്പിടിച്ചങ്ങിരുന്നോ? തള്ളേ, നിങ്ങൾ എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. പോയി കാറെടു മനുഷ്യ. നിങ്ങളെ നീ കാണിക്കുന്നേ? നീയല്ലേ പറഞ്ഞ കാലകത്താൻ. പോയി കാറെടുക്കും മനുഷ്യ. കാറാ? എന്തിനാ? അതെ, നമ്മുടെ അസോസിയേഷനില് ഒരു പുതിയ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടുന്നവർക്ക് 50,000 രൂപ കിട്ടും. 50,000 രൂപയോ? എന്റെ പൊന്നു മോളെ, കുറ്റം പറയരുതല്ലോ. ഈ പഞ്ചായത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതലായിട്ട് ഡാൻസ് കളിക്കുന്നത് എന്റെ മുത്ത് തന്നെ. ആ 50,000 രൂപ നിന്റെ അലമാരിയിൽ ഇരിക്കും. ആ 50,000 രൂപയെ എന്റെ അലമാരിയിൽ ഇരിക്കും. അപ്പൊ അമ്മച്ചി അത് കട്ടെടുക്കാൻ പോവാണോ? അല്ല, ഇവള് ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൾക്കെതിരായിട്ട് ഞാൻ ഡാൻസ് ചെയ്യുവടാ. അമ്മ ഡാൻസ് ചെയ്യോ? എന്തേ? എന്റെ ദൈവമേ, ഡാൻസ് കോമ്പറ്റീഷൻ എങ്ങാനും ജയിച്ച് നിങ്ങൾ എനിക്കെതിരെ ഡാൻസ് കളിച്ച് ജയിച്ച തലയെ മുട്ടയടിച്ച് ശൂലം കുത്തും. ആര്? എടി, ശൂലം കുത്തലൊക്കെ ഭയങ്കര റിസ്കാ. അതിനൊക്കെ നോയമ്പ് എടുക്കണം. ആരെടുക്കും? നിങ്ങൾ എടുക്കും. ഞാനെടുക്കില്ല. എന്തേ? അതെ, കവിളില് ശൂലം കുത്തിയാ പിറ്റേ ദിവസം ചായ കുടിക്കുമ്പോഴേ കവിളത്തോടെ ചീറ്റ് തെറിച്ചു വരും. ഞാൻ കുത്തൂല. അയ്യോ, അങ്ങനെയാണെങ്കിലേ ഇവള് ഇത്രയും വലിയ ശബ്ദമൊക്കെ എടുക്കണമെങ്കിൽ ഞാനും എടുക്കണ ശബ്ദം. ഒരു ലോഡ് ചിരട്ട കൊണ്ടുവന്ന് നിരത്തി കത്തിച്ച് ഞാനിവിടെ നിരത്തി അതിന്റെ പുറത്തുകൂടി നടക്കും. എന്റെ മോൻ നടക്കും. ഞാനാ? അപ്പൊ അമ്മ ഇവിടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പണിയാ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുത്തിരിക്കും. നീ പങ്കെടുത്തോ? ഐഡി, അതിന് നിനക്ക് ഡാൻസ് അറിയാവോ? എനിക്ക് ഡാൻസ് അറിയാമോന്ന്?
നിക്കേ. അമ്മേ. അമ്മച്ചി. അയ്യോ അമ്മേ. ഏ, അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ. എനിക്ക് വയ്യ. നമുക്ക് ഗോതയിൽ കാണാം. എന്റെ ദൈവമേ, ഇനി ഗോവായിലും പോയി അടി ഉണ്ടാക്കാൻ പോവാണോ രണ്ടും കൂടെ? എന്റെ പൊന്നു മോനെ, നീ എന്നെ അകത്ത് കൊണ്ടുവന്ന് കിടത്തിക്കടാ. എന്തിനാ അമ്മേ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോയത്? അമ്മേ, ആ, അമ്മേ ചീത്തപ്പടത്തിന് ഡബ് ചെയ്യാതെ പെരക്കകത്ത് കയറി പോവാമേ. ഹലോ ഹലോ ആ ചേട്ടാ നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാനേ ഈ അടുത്ത് ബാങ്കിൽ നിന്ന് വന്നു. ഇത് എന്റെ വീടാ. ചേട്ടൻ വീടായിരുന്നു. ആ, എന്റെ വീടാ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 10 വനിതകൾക്ക് ഒരു ലോൺ കൊടുക്കുന്നുണ്ട്. ഒരു 5 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ ആ ലോണോ? 5 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ട്. ആ. അത് ഈ അമ്മയുടെയും മരുമകളുടെയും ഈ നല്ല ഐക്യതയും യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം ലോൺ പാസ്സാക്കി കൊടുക്കാൻ. ആ എന്റെ പൊന്നി ചേട്ടാ, അല്ല പൊന്നി സാറേ, ഇപ്പം യൂണിഫോം ഒന്നും ഇട്ട് നടക്കാൻ പറ്റിയ പ്രായമൊന്നും അല്ല എന്റെ അമ്മ. യൂണിഫോം അല്ല എന്റെ ചേട്ടാ, ആ. ഐക്യത, നല്ല സ്വരൂപേ, നല്ല സ്നേഹത്തോടു കൂടിയുള്ള അമ്മായിയമ്മയും മരുമകളെയും കണ്ട് അതിനു വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ലോണാ. സാറ് താമസിച്ചു പോയി. 10 മിനിറ്റ് മുമ്പേ വന്നായിരുന്നെങ്കിൽ എന്റെ വീട്ടിലെ ഐക്യമൊക്കെ സാറിന് നേരിട്ട് കാണായിരുന്നു. ആണോ? അങ്ങനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സാറ് ഇപ്പൊ 5 ലക്ഷം തരാന്ന് പറഞ്ഞത് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? അപ്പൊ സാറൊരു കാര്യം ചെയ്യാം, ആ 5 ലക്ഷം രൂപ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കൊടുത്തോളാം. അയ്യോ ചേട്ടാ, അങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യം വന്ന് ബാങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പെർമിഷൻ ഉള്ളൂ. ശോ, അങ്ങനെയാണ് ഈ പരിപാടിയൊക്കെ പൊളിയോ. അമ്മേ, ഇത് ഞാനാ മീശ കണ്ടില്ലേ? അയ്യോ ചേട്ടാ, ചേച്ചി, ചേച്ചി, അമ്മേ, അമ്മേ, ചേച്ചി എവിടെ പോയി? എവിടെ പോയി ചേച്ചി? കാണുന്നില്ലല്ലോ ചേച്ചിനെ. ഈ ചേച്ചി എവിടെ പോയി? ഐക്യമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ഇപ്പൊ 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാനിത് എവിടെ കൊണ്ട് വയ്ക്കുവോ എന്റെ ദൈവമേ. ഹേയ്, ചേച്ചി, ചേച്ചി കാണുന്നില്ല. എനിക്ക് വയ്യ. എന്നാ സാറേ? ഇത്രയും നല്ല ഭാഗ്യം ചേട്ടൻ, പുണ്യം ചെയ്യണം ചേട്ടാ, പുണ്യം ചെയ്യണം. അതെയാ സാറേ? സാറേ ആ കണ്ണാടിയുടെ ആ കോലുകൊണ്ട് എന്റെ കണ്ണിലെ കൃഷ്ണമണിയിൽ ഒന്ന് കൊത്തിക്ക സാറേ. അതെന്തിനാ? അല്ല ഇപ്പൊ ഈ കണ്ടത് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ്? സത്യമായിട്ട് അത് ഒറിജിനൽ തന്നെ. സത്യം സത്യം. ചേട്ടൻ നാളെ രാവിലെ തന്നെ ബാങ്കിൽ വന്നു പൈസ ചേട്ടന് ലോൺ അനുവദിച്ചു. 5 ലക്ഷം രൂപയ്ക്ക് ചേട്ടൻ 10 ലക്ഷം രൂപ തരും. അത് ബാങ്ക് തന്നിരിക്കും, കുത്തി തന്നിട്ടാണെങ്കിലും ഞാൻ തന്നിരിക്കും. എന്റെ ദൈവമേ, എന്റെ ചേട്ടൻ ഇത്രയും നല്ല സ്നേഹമുള്ള ചേട്ടൻ. നിർത്തണം. ഇങ്ങനെ കുലുക്കാൻ ഞാൻ വലിയ കശുമാവാണോ? ഭാഗ്യം ചെയ്യണം ചേട്ടാ, ഭാഗ്യം ചെയ്യണം. എന്റെ ദൈവമേ, ഞാൻ തന്നെ ഇപ്പൊ അത്ഭുതപ്പെട്ട് നിൽക്കാം. ഇതെല്ലാം കാണുമ്പോൾ വീട്ടിലിരിക്കുന്ന കരുത്തിരുന്നാ തോന്നും. ശരിയാ. ആഹാ അമ്മേ, എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇത്രയും നാളും എന്നെ പറ്റിക്കായിരുന്നല്ലേ? അല്ല ഇപ്പൊ ഞാൻ കണ്ടേ. അല്ല, ബാങ്കിൽ നിന്ന് മാനേജർ വന്നില്ലേ? വന്നായിരുന്നു. 5 ലക്ഷം രൂപ ലോൺ തരാന്ന് പറഞ്ഞു. പറഞ്ഞു. എന്തിനാ വെറുതെ കാശ് കളയണത്? പിന്നെ
തുടങ്ങി. എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം. അതുകൊണ്ട് ഇന്ന് നമ്മൾ 3 പേരും കൂടി പുറത്തു പോകുന്നു. പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് നമ്മൾ വരും. എന്റെ ദൈവമേ, ഇപ്പൊ മാറില്ലായിരുന്നു ഈ തല അവല് പോലെ ആയി പോയേനെ. അതെ, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് സിനിമ കാണുമ്പോ മോഹൻലാലിന്റെ സിനിമ കണ്ടാ മതി. എന്റെ പൊന്നു മൂത്ത, ഇന്ന് നമ്മൾ മോഹൻലാലിന്റെ സിനിമ തന്നെ കാണും. അല്ല, മമ്മൂട്ടിയുടെ സിനിമ കാണും. ഇല്ല, മോഹൻലാലിന്റെ സിനിമ മതി. ഇല്ല, മമ്മൂട്ടി മതി. മോഹൻലാലിന് എന്താ ഒരു കുഴപ്പം? എന്താ മമ്മൂട്ടിക്ക് ഒരു കുഴപ്പം? എന്താ നിർത്ത. അതെ, പുറത്തും പോകുന്നില്ല, പുറത്തുനിന്ന് ഫുഡും കഴിക്കുന്നില്ല, പെരക്കകത്ത് കയറി വേണമെങ്കിൽ ചാക്കുക്കുരും ചുട്ട് നിന്ന് വെച്ചാൽ അവിടെ കിടന്നു. അമ്മയ്ക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെ സിനിമയല്ലേ? അതെ. എന്നാ നമുക്ക് മമ്മൂട്ടിയുടെ സിനിമ കണ്ടാ മതിയേ. അങ്ങനെയാണെങ്കിലേ നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും കഴിക്കണ്ട. എന്റെ ഈ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എന്റെ മോനും വരുമ്പോക്ക് ഞാനിന്ന് ഉണ്ടാക്കി തരും. എടി, എനിക്കിപ്പോ മനസ്സിലായിട്ടോ ആരാ ഈ വീട്ടില് കുഴപ്പമുണ്ടാക്കണെന്നൊക്കെ. നിനക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര സ്നേഹമല്ലേ? എനിക്കിപ്പോൾ അത് മനസ്സിലായി. നീ അല്ലെങ്കിൽ പിന്നെ ഇപ്പം അമ്മ പറഞ്ഞു ആ സിനിമ കാണാമെന്ന് പറഞ്ഞപ്പോഴത്തേന് നീ മമ്മൂട്ടിയുടെ സിനിമ കാണുമെന്ന് പറഞ്ഞു, നീ അല്ലെങ്കിൽ നീ മോഹൻലാലിൻ്റെ സിനിമ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലായിരുന്നു. പക്ഷെ നീ അത് വാശിയൊന്നും പിടിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ അമ്മയുടെ കാര്യം തന്നെയാണ് കുഴപ്പം. എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അമ്മയോട് എനിക്കൊരു സ്നേഹവും ഇല്ല. അതെ, അടുക്കള ഗ്യാസ് കുറ്റി ഊരി വെച്ചാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഗ്യാസ് തുറന്നു വിട്ടേച്ച് നിൽക്കാണ് നീയാ? എന്റെ ദൈവമേ, അപ്പൊ എന്റെ അമ്മ ഇപ്പം ജോൺ ഹോനായി നിന്ന് കത്തും പോലെ നിന്ന് കത്തോ? അമ്മേ, അമ്മേ, അമ്മച്ചേ, അമ്മേ. എന്താണ് മോനെ കുട്ടു? അമ്മേ, നമുക്ക് തെറ്റതേ ജോൺ ഹോനായി അല്ലാട്ടോ, ഇത് എന്റെ അമ്മ തന്നെയാ. ജോൺ ഹോനായി എന്ന് ഞാൻ തെറ്റിച്ചു. അമ്മേ, അമ്മേ, അതെ, ഇപ്പൊ നമുക്ക് തെറ്റ് പറ്റിയാണ്, നമുക്ക് ചതുവ് പറ്റിയാണ്. അതെ, അവളുണ്ടല്ലോ ഗ്യാസ് കുറ്റി തുറന്നു വെച്ചിട്ട് അമ്മേനെ അടുക്കള വിട്ടത്. ഇപ്പൊ അമ്മ നിന്ന് കത്തിപ്പോയേനെ. എടാ, അതല്ലേ ഞാനേ അടുക്കളയിൽ ചെന്നപ്പോ ഒരു ഗ്യാസിന്റെ മണം. ഞാൻ എന്നിട്ടേ തീപ്പെട്ടി വരച്ചില്ല, ലൈറ്റ് വിട്ടില്ല. നന്നായി. എന്നിട്ട് എന്നെ ചെയ്തമ്മേ? ഞാൻ ആ ഗ്യാസ് കുറ്റി വലിച്ചു കൊണ്ടുവന്ന് അവർക്കടെ കട്ടിലിന്റെ അടി വെച്ചിട്ടുണ്ട്. ആ, അവള് നിന്ന് കത്തട്ടേടാ. നിങ്ങളാണോ ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് എന്റെ കട്ടിക്ക് അടുക്കളയിട്ട് കത്തിക്കാൻ നോക്കിയത്? നിന്നെയും കത്തിക്കൊടിയേ, രണ്ടുകൂടെ അങ്ങ് നിർത്താം. അതെ, രണ്ടുപേരും കൂടെ കൂടി ആ ഗ്യാസ് കുറ്റി ഇങ്ങ് വലിച്ചെടുത്തോണ്ട് വാ.